ഇതിലുണ്ടല്ലോ. അതെ, നിങ്ങൾ ഇന്നും ഓട്ടം പോണില്ലേ? ആ സാധനം അവിടെ കിടന്ന് തുരുമ്പെടുത്ത് നാശാവൂട്ടാ. എന്തുട്ടത്? ഡാ, കൊറേ നേരം എഴുത്തും വായന തുടങ്ങിയിട്ട് നീ എന്താ വല്ല PS എഴുതാൻ പോണ്ടാ? ഒന്നും മിണ്ടാണ്ടിരിക്കടി. ലിബിളിയൻ, ഇതില് 3 സ്ഥലത്ത് ബാൽക്കണി എന്ന് പറയണ്ടാ. അതെയാ? ഒരു വരി എന്തിട്ടെന്നറിയോ? വീട്ടിലൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോ ഞാൻ ഫ്ലാറ്റിന്റെ ബാൽക്കണി ഇറങ്ങി വെറുതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്തുട്ടാ വരി? അളിയോ, അപ്പൊ ഫ്ലാറ്റിലാണ് ആള് താമസട്ടാ? അല്ല, നിങ്ങൾ ഇത് ആരുടെ കാര്യം പറയണേ? ആളിയാൻ കെട്ടപ്പോടെ പെണ്ണിനെ പറ്റിയെന്ന്. എന്തുട്ട്? അളിയൻ പറഞ്ഞ നേരടി. ഒരെണ്ണം ചത്തതിന്റെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പഴേ അടുത്തേടാ കൂടം. നിനക്കിത് എന്തിന്റെ കേടാ? ഇത് ആളിയനെ തേടി ഇങ്ങോട്ട് വന്ന കേസാണട്ടാ. ആളിയനെ മാത്രം പ്രേമിക്കണ ഒരു പെണ്ണ്. അവളുടെ അഡ്രസ് ഉണ്ട് അതില്? ഇല്ല. അപ്പൊ തട്ടിപ്പാവൂട്ടാ. അത് പേടിച്ചിട്ട് എഴുതാത്തണ്ട്. അവളുടെ അഡ്രസ്സും തേടി പിടിച്ച് പങ്കെടു ചെന്നാ ഭർത്താവിന്റെ മുമ്പ് അവള് കൂടുങ്ങലടി. നീ ഒന്ന് പോയേ. അതിപ്പോ ഇവനും അങ്ങനല്ലേ രാജാ? ഇത് അലമ്പാവൂട്ടാ. നീ നിന്റെ അവണാങ്കാട്ട് ചാത്തനും കൂടി ഇത് പരസ്യക്കണ്ടിരുന്നാ മതി. എന്റെ സംശയം നിനക്കിപ്പോ വട്ടായോന്നുള്ളതാ. രാജനറിയോ, ഇപ്പൊ ഞാൻ ചിലപ്പോ ഭ്രാന്തിയും മറ്റു ചിലപ്പോ വിഡ്ഢിയുമാണെന്ന് തോന്നുന്നു. ശരിയാണ്, പ്രണയം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിയുമാക്കും. നേരെ പെങ്ങളെ, പ്രേമം ഒരു വേള ഒരാളെ വിഡ്ഢിയും ഭ്രാന്തിനാക്കും. അത് ഉച്ചവെയിലിനെ നിറനിലാവാക്കും, രാത്രികളെ നിർനിദ്രമാക്കും, ഏതാൾക്കൂട്ടത്തിലും ഒരാളെ ഏകാക്കിയാക്കും. വല്ലപ്പോഴും കിട്ടുന്ന കൊട്ടേഷൻ ചെയ്ത് മാന്യായിട്ട് ജീവിച്ചോണ്ടിരുന്ന ചെക്ക നിക്കണത് ഇപ്പണ്ടാ. അവന്റെ ഒരു പ്രേമവും പ്രേമലേഖനം കാണിച്ചു തരണ്ട എല്ലാത്തിനും ഞാൻ. അളിയാതെ അവള് നിന്റെ കത്തല്ലെടുത്തിന് പോണണ്ടാ. അവന്റെ ഒരു പ്രേമവും ഉണ്ടാകട്ടെ കത്തിച്ചു കൊണ്ടിട്ടില്ല ഞാൻ. ഒരു കത്തുണ്ട്. ഇങ്ങടാ അളിയാ, അളിയനുള്ള കത്താണ് കേട്ടാ. അവളുടെ ആയിരിക്കും. പിടിച്ചേ. പ്രിയപ്പെട്ട രാജൻ, എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ രാജൻ എഴുതുന്ന അവസാന കത്തായിരിക്കും. പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് എനിക്ക് അങ്ങേയറ്റം വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അയാൾ എന്നെ പിരിഞ്ഞു പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. രാജിനി എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുത്. ഗുഡ് ബൈ, മായ.